പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ക്ലാസ് 9 ചാപ്റ്റർ 2 എൻഡ് ഓഫ് ചാപ്റ്റർ എക്സസൈസിലെ 4th ക്വസ്റ്റ്യൻ മുതലാണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ് എന്ന് നോക്കാം. എ പോസിറ്റീവ് നമ്പർ ഈസ് 5 ടൈംസ് അനദർ നമ്പർ. ഇഫ് 21 ഈസ് ആഡഡ് ടു ബോത്ത് ദ നമ്പേഴ്സ്, then one of the new numbers becomes twice the other number. What are the numbers? അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഒരു പോസിറ്റീവ് നമ്പർ അടുത്ത നമ്പറിൻ്റെ 5 ടൈംസ് ആണ് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു നമ്പറിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം? എക്സ് ആയിട്ട് എടുക്കാം. പോസിറ്റീവ് നമ്പർ അപ്പോൾ എന്തായിരിക്കും? ഈ നമ്പറിൻ്റെ 5 ടൈംസ് ആണ് അല്ലേ. അപ്പം അത് 5x എന്ന് നമുക്ക് എടുക്കാം. അപ്പോൾ ഒരു നമ്പർ സ്മോളറും ഒരു നമ്പർ ലാർജറുമാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ എടുക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തെഴുതാം? ലെറ്റ് ദ സ്മോളർ നമ്പർ ബി എക്സ്, ദെൻ ദ ലാർജർ നമ്പർ ഈസ് ഈക്വൽ ടു എന്ത് വരും? ഈ നമ്പറിൻ്റെ 5 ടൈംസ് ആണ്. ദാറ്റ് മീൻസ് 5x എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിച്ചാൽ നിങ്ങൾക്ക് തന്നെ എഴുതാൻ പറ്റും കേട്ടോ. ഇനി അടുത്ത എന്താ? ഇഫ് 21 ഈസ് ആഡഡ് ടു ബോത്ത് ദ നമ്പേഴ്സ്. അപ്പോൾ ഇവിടെ നമുക്ക് 2 നമ്പേഴ്സ് കിട്ടി. ഏതൊക്കെയാണ്? എക്സും 5xും. ഇതിൻ്റെ രണ്ടിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യുന്നു? 21 ആഡ് ചെയ്യുന്നു. അപ്പോൾ എന്തെഴുതാം? ആഫ്റ്റർ ആഡിങ് 21 ടു ബോത്ത് നമ്പേഴ്സ്, ന്യൂ നമ്പേഴ്സ് ആർ എന്തൊക്കെ വരും? 21. ഇതിൻ്റെ കൂടെ 21 ആഡ് ചെയ്താൽ എക്സ് പ്ലസ് 21 വരും. പിന്നെന്താ? 5xൻ്റെ കൂടെ 21 ആഡ് ചെയ്താൽ 5x പ്ലസ് 21 വരും. അപ്പോൾ നമുക്ക് 2 നമ്പേഴ്സ് കിട്ടി. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? ദെൻ വൺ ഓഫ് ദി ന്യൂ നമ്പേഴ്സ് ബിക്കംസ് ട്വൈസ് ദി അതർ ന്യൂ നമ്പർ. അപ്പം ഒരു ന്യൂ നമ്പർ അടുത്ത നമ്പറിൻ്റെ ട്വൈസ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ, വൺ ഓഫ് ദി ന്യൂ നമ്പേഴ്സ് ബിക്കംസ് ട്വൈസ് ദി അതർ ന്യൂ നമ്പർ. അപ്പോൾ ഒരു ന്യൂ നമ്പർ അടുത്ത നമ്പറിൻ്റെ ട്വൈസ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ എടുക്കുന്ന ഈ ഒരു ന്യൂ നമ്പർ ലാർജർ നമ്പർ എടുക്കണം. ഈ നമ്പർ സ്മോളർ നമ്പറിൻ്റെ ട്വൈസ് ആയിട്ട് വരണം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ലാർജർ നമ്പർ ഏതാ? 5x പ്ലസ് 21 ആണ്. ഈ നമ്പർ എക്സ് പ്ലസ് 21ൻ്റെ ട്വൈസ് ആയിട്ട് വരണം. ഓക്കെ, നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ അങ്ങനെയാണല്ലോ. ഒരിക്കലും ചെറിയ നമ്പർ വലിയ നമ്പറിൻ്റെ ട്വൈസ് ആകത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ വലിയ നമ്പർ വേണം 1 നമ്പറായിട്ട് എടുക്കാൻ. വൺ ഓഫ് ദി ന്യൂ നമ്പർ ദാറ്റ് ഈസ് 5x പ്ലസ് 21 ബിക്കംസ് ട്വൈസ് ദി അതർ നമ്പർ. അപ്പോൾ അത് നമ്മൾ സ്മോളർ നമ്പറായിട്ട് എടുക്കുക. ഓക്കെ, ഇനി നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുന്നു. അപ്പോൾ 5x പ്ലസ് 21 ഈസ് ഈക്വൽ ടു 2x പ്ലസ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവിൽ അപ്ലൈ ചെയ്യുന്നു. 42 ഇൻറ്റു 21 ഈസ് 42. ഓക്കെ, ഇനി ഞാൻ 2xനെ ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യുന്നു, 21നെ RHSലേക്കും ട്രാൻസ്പോസ് ചെയ്യുന്നു. അപ്പോൾ 5x 2x ഇവിടെ വരുമ്പോൾ -2x ഇസ് ഈക്വൽ ടു RHSലുള്ള 42 അതുപോലെ എഴുതുന്നു. 21 ഇപ്പുറത്ത് പോകുമ്പോൾ -21. 5x minus 2x is 3x. 3x is equal to 21. x is equal to 21 by 3 is equal to 7. x നമുക്ക് 7 എന്ന് കിട്ടി. x 7 എന്ന് വെച്ചാൽ എന്താ? സ്മോളർ നമ്പർ അല്ലേ. അപ്പോൾ സോ സ്മോളർ നമ്പർ ഈസ് ഈക്വൽ ടു 7 and larger number is equal to എന്ത് വരും? 5x ആണ്. അപ്പോൾ 5 ഇൻറ്റു 7 ഈസ് ഈക്വൽ ടു 35. therefore 2 numbers are 7 and 35. അങ്ങനെ ഒരു സ്റ്റെപ്പും കൂടെ നിങ്ങൾ എഴുതിക്കണം കേട്ടോ. നെക്സ്റ്റ് 5th ക്വസ്റ്റ്യൻ. ഇഫ് യു ഹാവ് ₹800 and you save ₹250 every month, find the amount you have after 6 months 2 years. എക്സ്പ്രസ് ദിസ് ആസ് എ ലീനിയർ പാറ്റേൺ. അപ്പോൾ ഇവിടെ നിങ്ങളുടെ കയ്യിൽ 800 rupees ഉണ്ട്. നിങ്ങളതിൻ്റെ കൂടെ എല്ലാ മാസവും 250 rupees സേവ് ചെയ്യുന്നു. 6 മാസം കഴിയുമ്പോൾ ഉള്ള എമൗണ്ട് എത്രയാണ് എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി 800 rupees ഉണ്ട്. ഓരോ മാസവും നിങ്ങൾ അതിൻ്റെ കൂടെ 250 സേവ് ചെയ്യുന്നു. അപ്പോൾ ആദ്യത്തെ മാസമാകുമ്പം 250 ആയി, രണ്ടാമത്തെ മാസമാകുമ്പം ഒരു 250 കൂടെ വരും, അതായത് 250 ഇൻറ്റു 2. മൂന്നാമത്തെ മാസമാകുമ്പം ഇതിൻ്റെ കൂടെ ഒരു 250 കൂടെ വരും, അപ്പോൾ 250 ഇൻറ്റു 3. നാലാമത്തെ മാസമാകുമ്പം 250 ഒന്നും കൂടെ വരും, അപ്പോൾ എന്താകും? 250 ഇൻറ്റു 4.
അപ്പം നമ്പർ ഓഫ് മന്ത്സ് അനുസരിച്ച് ഇവിടുത്തെ ഈ നമ്പർ എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ 800 + 250 × 4 എന്ന് എന്ന് നമുക്ക് പറയാം അല്ലേ. അപ്പോൾ 6 മന്ത് കഴിയുമ്പോൾ എന്തായിരിക്കും, 800 + 250 × 6 ആയിരിക്കും വരിക. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് എഴുതാം. നമ്മുടെ ഇനിഷ്യൽ എമൗണ്ട് എത്രയാണ്, ഇനിഷ്യൽ എമൗണ്ട് ഈസ് ഈക്വൽ ടു 800 rupees, 800. Saving every month is equal to rupees 250. Amount after 6 months, അതാണ് ആദ്യം നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. 6 മന്ത്സിൽ എന്ത് വരും, ഇനിഷ്യൽ എമൗണ്ട് 800ഉം ഓരോ മാസവും 250 വെച്ചുണ്ട്. അപ്പോൾ 6 മാസം കഴിയുമ്പോൾ 250 × 6, 800 പ്ലസ് ഇതെന്ത് വരും, 1500 ഈസ് ഈക്വൽ ടു 2300. 6 മന്ത്സ് കഴിയുമ്പോൾ 2600 rupees ആണ് ഉണ്ടായിരിക്കുക. ഇനി അടുത്തത് എമൗണ്ട് ആഫ്റ്റർ 2 years. അപ്പോൾ 2 years എന്ന് പറയുമ്പോൾ എന്താണ്, 24 months ആണ് വരിക. ഓക്കെ, അപ്പോൾ എന്ത് വരും, ഈസ് ഈക്വൽ ടു 800 + 250 × 24, 25 × 24, 5 4s are 20, 4 2s are 8, 8 + 2 10, 5 2s are 10, 2 2s are 4 + 1 5, 0 0 6. ഇനി നമുക്ക് 250യുടെ ഒരു 0 ഉണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ 800 + 6000 ഈസ് ഈക്വൽ ടു 6800 rupees ആണ് ആഫ്റ്റർ 2 years ഉണ്ടായിരിക്കുക. ഇനി എന്തെഴുതണം, ലീനിയർ പാറ്റേണും കൂടെ എഴുതണം. അപ്പോൾ ലീനിയർ പാറ്റേൺ ഈസ് ഈക്വൽ ടു, ലീനിയർ പാറ്റേൺ എന്തായിരിക്കും, 800 + 250, നമ്പർ ഓഫ് മന്ത്സ് നമുക്ക് n ആയിട്ട് എടുക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ലീനിയർ പാറ്റേൺ.